പബ്ലിക് സ്പീക്കിംഗിൽ ഫില്ലർ വേർഡ്സിന് വളരെ പ്രാധാന്യമുണ്ട്. എന്താണ് ഫില്ലർ വേർഡ്സ്? നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എന്ന് വെച്ചാൽ ഐ നോ, യു നോ, ഇത്തരം ശബ്ദങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ അതിനെയാണ് നമ്മൾ ഫില്ലർ വേർഡ്സ് എന്ന് പറയുന്നത്. അതായത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കുന്നത് പോലെ ഒരു വാക്ക് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു സെന്റൻസ് പറഞ്ഞിട്ട് അടുത്ത സെന്റൻസിലേക്ക് പോകുവാനുള്ള ആശയക്കുഴപ്പം വരുമ്പോൾ തുടങ്ങിയ വാക്കുകൾ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചില പദപ്രയോഗങ്ങൾ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ഇത് കേൾവിക്കാർക്ക് ഇദ്ദേഹം ഒരു കോൺഫിഡൻസ് ഉള്ള പ്രാസംഗികനല്ല എന്നൊരു തോന്നലുണ്ടാക്കും. അപ്പൊ ഇതിനെയാണ് ഫില്ലർ വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കുവാനുള്ള 3 ടെക്നിക്കുകളാണ് ഇന്ന് പറയുന്നത്. നിങ്ങൾക്ക് അടുത്ത വാചകം അല്ലെങ്കിൽ വാക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഒന്ന് സൈലൻസ് പ്രാക്ടീസ് ചെയ്യൂ, ഒന്ന് പൗസ് ചെയ്യൂ. സൈലൻസ് ഈസ് വെരി പവർഫുൾ ഇൻ പബ്ലിക് സ്പീക്കിംഗ്. അവിടെ ഒന്ന് പൗസ് ചെയ്യാം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ ആ പ്രസംഗിക്കാൻ പോകുന്ന ആ പ്രസംഗത്തെ നന്നായി പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം എവിടെയൊക്കെയാണ് നിങ്ങൾ തപ്പുന്നത് എന്ന്. അപ്പോൾ അത് പ്രാക്ടീസിലൂടെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ സ്പീച്ച് നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്ത് മൾട്ടിപ്പിൾ ടൈംസ്, ഒന്നിൽ കൂടുതൽ തവണ അത് കേൾക്കുക. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയൊക്കെയാണ് നിങ്ങൾ തപ്പുന്നത് എന്നും അത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. പിന്നെ തുടക്കത്തിലെ ഫില്ലർ വേർഡ്സ് ഒക്കെ ഉണ്ടാകും, അതിനെയൊന്നും ഭയപ്പെടേണ്ടതില്ല. പതുക്കെ പതുക്കെ ഫില്ലർ വേർഡ്സ് എല്ലാം മാറ്റി നിങ്ങൾക്കും നല്ല ഒരു പ്രാസംഗികൻ ആകാൻ സാധിക്കും.